നമസ്കാരം, ഗ്രാമീയ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ദേശീയപാത 66-ൽ പണി പൂർത്തിയാക്കുന്ന ഭാഗങ്ങൾ ഉടൻ ജനങ്ങൾക്ക് തുറന്നുകൊടുക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. 2016-ൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയ സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വന്നു. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്തു. പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ തടസ്സം ഭൂമി ഏറ്റെടുക്കലാണ്. ഭൂമി ഏറ്റെടുക്കലിന് പണം കാലണം കൂടുതൽ തരാൻ സാധിക്കില്ല എന്നുള്ള നിലപാട് കേന്ദ്ര സർക്കാർ അറിയിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിൽ പിന്നെ രണ്ട് വഴികളേ ഉള്ളൂ. നിങ്ങൾ ഈ കാണുന്ന പദ്ധതി ഉപേക്ഷിക്കണോ, പദ്ധതി ആരംഭിക്കണം. പദ്ധതി ആരംഭിക്കണമെങ്കിൽ പണം കണ്ടെത്തണം. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ദേശീയപാത വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കാൻ തീരുമാനിച്ചു. 1-2 കോടിയല്ല, 5600 കോടി. 5600 കോടി രൂപ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാത വികസനത്തിന് വേണ്ടി സംസ്ഥാന സർക്കാരും പണം ചെലവഴിക്കാൻ തീരുമാനിച്ചു. ദേശീയപാത വികസനം മുഴുവൻ കഴിയാൻ കാത്തു നിൽക്കാതെ പൂർത്തീകരിച്ച ബൈപ്പാസുകളും പാലങ്ങളും സ്ട്രെച്ചുകളും നാടിനെ പെട്ടെന്ന് തന്നെ സമർപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കോഴിക്കോട്, മലപ്പുറം, തൃശൂർ എന്നീ ജില്ലകളെ ദേശീയപാത നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തുന്നതിനിടയിൽ തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തൃശൂർ ജില്ലയിൽ മാത്രം 205 ഹെക്ടർ ഭൂമിയാണ് ദേശീയപാത വികസനത്തിനായി ഏറ്റെടുത്തിരിക്കുന്നത്. ജില്ലയിൽ മാത്രമായി 1274 കോടി 34 ലക്ഷം രൂപയാണ് വികസനത്തിനായി ചെലവഴിക്കുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി സഹോദരതുല്യ സഹകരണത്തോടെ എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചാണ് പ്രവൃത്തികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പാത കടന്നുപോകുന്ന ഓരോ മണ്ഡലത്തിലും ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ നിവേദനങ്ങളായി MLA-മാരുടെ നേതൃത്വത്തിൽ കൈപ്പറ്റി ദേശീയപാത അധികൃതരുമായി ചർച്ച ചെയ്ത് കാര്യങ്ങൾ പരിശോധിച്ചാണ് സർക്കാർ പ്രവർത്തനമെന്നും മന്ത്രി വ്യക്തമാക്കി. നമുക്കറിയാം, ഇന്ത്യയിൽ ഏറ്റവും അധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന, ജനസാന്ദ്രത കൂടുതലുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അപ്പോൾ ഭൂമി ഏറ്റെടുക്കലിന് കൂടുതൽ പണം ഇനി ചെലവഴിക്കാൻ സാധിക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് മുന്നിൽ പിന്നെ രണ്ടേ വഴിയുള്ളൂ. ഒന്നുകിൽ നിങ്ങൾ ഈ കാണുന്ന ഈ പദ്ധതി ആരംഭിക്കാതിരിക്കുക, അല്ലെങ്കിൽ അത് ആരംഭിക്കാൻ പണം കണ്ടെത്തുക. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ദേശീയപാത വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാരും പണം കണ്ടെത്തും. 5600 കോടി. ഈ ഗവൺമെൻറ് വന്നു 100-ലധികം യോഗമാണ് ഞങ്ങൾ ഭായിമാരെ പോലെ ഒരുമിച്ച് നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരിട്ട് സ്ഥലങ്ങൾ സന്ദർശിക്കുന്നു. ഇങ്ങനെ സ്ഥലം സന്ദർശിക്കുമ്പോൾ MLA, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ, സാമൂഹിക പ്രവർത്തകർ, വ്യക്തികൾ, ഇവരൊക്കെ പല നിവേദനം നൽകുന്നു. ഇതിൽ പലതും പരിഹരിക്കാൻ NHAI മുൻകൈ എടുക്കുന്നുണ്ട്. നിങ്ങൾ തരുന്ന നിവേദനം വെച്ചുകൊണ്ട് ചർച്ച ചെയ്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിക്കും. വി ക്യാൻ ഡിസ്കസ് വാട്ട് വി ക്യാൻ ഡു ഇൻ ദിസ് റിഗാർഡിംഗ് ദിസ് അപ്ലിക്കേഷൻസ് ദേ ഹാവ് ഗിവൻ. അപ്പോൾ ഇതൊക്കെ തന്നെ ആ നിലയിൽ നമുക്ക് പരിശോധിക്കാം. മഹാരാഷ്ട്രയിൽ നിന്ന് ആരംഭിച്ച് കർണാടകയിലൂടെ കേരളത്തിലെത്തി അവിടെ നിന്ന് തമിഴ്നാട്ടിലേക്കാണ് NH66 എത്തിച്ചേരുക. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ വീതിയിൽ 6 വരിയായി സജ്ജമാവുന്ന പാത 2025ഓടെ പൂർത്തിയാവുമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലയിലെ കാപ്പിരിക്കാട്, ചാവക്കാട്, വാടാനപ്പള്ളി, തളിക്കുളം, SL പുരം, കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിലൂടെ കടന്നുപോകുന്ന പാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ വിലയിരുത്തിയത്. MLA-മാരായ മുരളി പെരുന്നെല്ലി, CC മുകുന്ദൻ, NK അക്ബർ, VR സുനിൽകുമാർ, പൊതുമരാമത്ത് സെക്രട്ടറി K ബിജു, നാഷണൽ ഹൈവേ അതോറിറ്റി കേരള റീജിയണൽ ഓഫീസർ BL മീണ, നാഷണൽ ഹൈവേ അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടർ അൻഷുൽ ശർമ്മ, സബ് കളക്ടർ മുഹമ്മദ് ഷെഫീഖ്, അസിസ്റ്റന്റ് കളക്ടർ കാർത്തിക് പാണിഗ്രാഹി, കൺസ്ട്രക്ഷൻ കമ്പനി പ്രതിനിധി ശ്രീനിവാസ്, ഡെപ്യൂട്ടി കളക്ടർമാരായ അഖിൽ P, യമുനാദേവി, വകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ജോഡോ ന്യായ് യാത്രയിൽ അതിക്രമിച്ചു കയറുകയും ക്ഷേത്ര സന്ദർശനം തടയുകയും ചെയ്ത RSS BJP നടപടിക്കെതിരെ വാടാനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. DCC സെക്രട്ടറി VG അശോകൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുസ്തഫ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് ദീപൻ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ്, ബ്ലോക്ക് ഭാരവാഹികളായ PK ഉസ്മാൻ, ജിജു വൈക്കാട്ടിൽ, സുഗന്ധിനി ഗിരീഷ്,
മണ്ഡലം ഭാരവാഹികളായ CM രഘുനാഥ്, AM നൂറുദ്ദീൻ, രാഗനാഥൻ വൈക്കാട്ടിൽ, പ്രിൻസി സുരേഷ്, മുഹമ്മദ് ആസിഫ് അലി, സുചിത്ര ദിനേശ്, സുനിൽ ഇത്തിക്കാട്ട്, സമീർ, ഹംസ, അബ്ദുള്ള, മുഹമ്മദ് അബ്ദുള്ള, ശിവരാമൻ, സഗീർ, ഷൗക്കത്ത് അലി, ജയൻ പൊയ്യാറ എന്നിവർ നേതൃത്വം നൽകി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള വാട്ടർ കിയോസ്കുകൾ നാടിന് സമർപ്പിച്ച് നാട്ടിക SN കോളേജിൽ സ്ഥാപിച്ച വാട്ടർ കിയോസ്ക് പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമായി സമർപ്പിച്ച് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ജൂബി പ്രദീപ്, തളിക്കുളം ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജോഷ് ആനന്ദൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു, വാർഡ് മെമ്പർമാരായ സുരേഷ് ഇയാനി, മണികണ്ഠൻ, SN കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുബിൻ, മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ജയ തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടിക SN കോളേജിന് പുറമെ വിൻഷുവർ കോളനി, വലപ്പാട് VPM SNDP സ്കൂൾ, കൊടിയമ്പുഴ ക്ഷേത്രം, സൊസൈറ്റി സെന്റർ, തളിക്കുളം ഹോമിയോ ആശുപത്രി, പുനരധിവാസ കോളനി, വാടാനപ്പള്ളി സെറ്റിൽമെന്റ് കോളനി, ഏങ്ങണ്ടൂർ നാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലാണ് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 38 ലക്ഷം രൂപ ചിലവഴിച്ച് വാട്ടർ കിയോസ്കുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. പായലും പൂപ്പലും നിറഞ്ഞ് മലിനമായി കിടന്നിരുന്ന തൃപ്രയാറിലെ ക്ഷേത്രക്കുളത്തിലെ വെള്ളം വറ്റിച്ച് ശുചീകരിച്ചു. ആറാട്ടുപുഴ പൂരവുമായി ബന്ധപ്പെട്ട് തേവരുടെ നിരവധി ആറാട്ടുകൾ നടക്കുന്ന കുളമാണ് പുത്തൻകുളം. ക്ഷേത്രത്തിലെ ശാന്തിക്കാരുൾപ്പെടെ ദേഹശുദ്ധി വരുത്തി പൂജകൾക്ക് പോകുന്നതും ഇവിടെ നിന്നാണ്. ക്ഷേത്രക്കുളം മലിനപ്പെടുകയും ഉപയോഗശൂന്യമാവുകയും ചെയ്തതോടെ ഇവരുടെ കുളി പുഴയിലേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോൾ പുഴവെള്ളവും ഉപ്പ് കലർന്നതോടെയാണ് കുളം പെട്ടെന്ന് ശുചീകരിക്കേണ്ടതായി വന്നത്. അടുത്ത കാലത്ത് മത്സ്യങ്ങൾ ഉൾപ്പെടെ ചത്തുപൊന്തുകയും ചെയ്തിരുന്നു. തന്ത്രിമഠത്തിന്റെ അടിത്തറ ഇളകി കെട്ടിടത്തിന് ഭീഷണിയാവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ക്ഷേത്രം തന്ത്രിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ കുളത്തിലെ വെള്ളം വറ്റിച്ച് ശുചീകരിക്കാൻ ദേവസ്വം അധികൃതർ തീരുമാനിച്ചത്. യൂത്ത് കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റായി വൈഭവ് MP ചുമതലയേറ്റു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. മുൻ മണ്ഡലം പ്രസിഡന്റ് ലയേഷ് മങ്ങാട്ട് അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ AA മുഹമ്മദ് ഹാഷിം, സുശീൽ ഗോപാൽ എന്നിവർ മുഖ്യാതിഥികളായി. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് യദുകൃഷ്ണ, കിരൺ തോമസ്, ഹരിലാൽ, CG അജിത് കുമാർ, PC ജയബാലൻ, ഷൈൻ നാട്ടിക, PC മണികണ്ഠൻ, CK മണികണ്ഠൻ, രഹന ബിനീഷ്, ജീജ ശിവൻ, ഷൈഗ, ഗോപിക തുടങ്ങിയവർ സംസാരിച്ചു. കരകൗശല നിർമ്മിതിയിൽ ഒറിജിനലിനെ വെല്ലുന്ന രൂപമാതൃകകളുമായി മണലൂർ സ്വദേശി അജു വേറിട്ട അനുഭവം പകരുന്നു. ഒരാളെപ്പോലെ 7 പേർ ഉണ്ടെന്നാണ് പറയാറുള്ളത്. ചാർലി ചാപ്ലിനെ പോലുള്ളവരെ കണ്ടെത്താൻ നടത്തിയ മത്സരത്തിൽ യഥാർത്ഥ ചാപ്ലിന് 4ാം സ്ഥാനമാണ് ലഭിച്ചത്. ഇതേ അനുഭവം പകർന്നു തരുന്നവയാണ് മണലൂർ സ്വദേശിയാണ് അജുവിൻ്റെ രൂപകൽപ്പനകൾ. തീർത്തും വേറിട്ട നിരവധി രൂപമാതൃകകളാണ് അജു നിർമ്മിച്ചിട്ടുള്ളത്. ഇവയിൽ ശബരിമല സന്നിധാനം, തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുരനട, പാറേമക്കാവ് ക്ഷേത്രനട, പാലക്കാടൻ ഗ്രാമം, കടപ്പുറത്തിൻ്റെ ദൃശ്യം, ഗ്രാമീണ ഭംഗികൾ എന്നുവേണ്ട വാഴയിലയിൽ തയ്യാറാക്കിയ പപ്പടം കാച്ചിയത് ഉൾപ്പെടെയുള്ള സദ്യവട്ടങ്ങളും കണിവെള്ളരിയും തൂക്കുവിളക്കും ബസ്സും വരെ അജുവിൻ്റെ നിർമ്മിതി ശേഖരത്തിൽ ഉൾപ്പെടുന്നു. പുറമെ തൃശൂർ ഗുരുവായൂർ റൂട്ടിലോടിയിരുന്ന ശ്രീകൃഷ്ണ ബസിൻ്റെ അതേ മാതൃകയും അംബാസിഡർ കാർ, ട്രാവലർ, ഓട്ടോറിക്ഷ എന്നിവയുടെ മാതൃകകളും ഇവയിൽ ഉൾപ്പെടുന്നുണ്ട്. നാൽപ്പതുകാരനായ അജു വിദേശത്താണ് ജോലി ചെയ്യുന്നത്. ജോലി സമയങ്ങളിലെ ഇടവേളകളിൽ ഫോറക്സ് പേപ്പർ, സ്ക്രബ്സ് എന്നിവ ഉപയോഗിച്ചാണ് ഇവയുടെ രൂപകൽപ്പനകൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഓരോ നിർമ്മിതികളും ഓരോ പ്ലേറ്റുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പാലക്കാടൻ ഗ്രാമങ്ങളിലെ പനകളും വീടുകളും കൗതുകം ജനിപ്പിക്കുന്നവയാണ്. കുടമാറ്റം നടക്കുന്ന തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ തെക്കേ ഗോപുരനടയിലെ ഇറക്കവും സമീപം നിലകൊള്ളുന്ന ഉണങ്ങിയ മരം പോലും അതേ മികവിൽ അജു രൂപകൽപ്പന ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ
ഒരു കാലഘട്ടങ്ങളിൽ വണ്ടികളാണ് കൂടുതൽ ചെയ്തിരുന്നത്, വണ്ടികളോടാണ് ക്രേസ് ആയിരുന്നത്. അപ്പോൾ വണ്ടികളാണ് കൂടുതൽ ചെയ്തിരുന്നത്. അപ്പോൾ പിന്നെ എല്ലാവരും വണ്ടികൾ ചെയ്യുന്ന ആളുകളായ കാരണം നമ്മൾ അതിനോട് അത്ര അങ്ങോട്ട് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവില്ല. ഇപ്പോൾ എല്ലാവർക്കും വണ്ടികളെ പറ്റി ഡീറ്റെയിൽസ് അറിയണമെന്നില്ലല്ലോ. അപ്പോഴാണ് നമ്മളൊരു പുതിയതായിട്ടൊരു ബേസ് ചെയ്യണമെന്ന് വെച്ചപ്പോൾ ഈ കിണ്ണത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. കിണ്ണത്തിൽ അപ്പോൾ കിണ്ണത്തിൽ ആരും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല. കിണ്ണത്തിൽ അങ്ങനെ ആരും, കുപ്പിയിലൊക്കെ ഓരോരുത്തർ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ കിണ്ണത്തിൽ അങ്ങനെ ആരും വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ പലപ്പോഴും പല സൈറ്റിലും ചെക്ക് ചെയ്തിട്ടുണ്ട്, കിണ്ണത്തിൽ അങ്ങനെ ആരും ചെയ്തിട്ടില്ല. അങ്ങനെയാണ് നമ്മൾ കിണ്ണത്തിൽ തൃശ്ശൂരുള്ള മെയിനായിട്ടുള്ള വടക്കുന്നാഥനും പാറയമക്കാവും ചെയ്യുന്നത് ഫസ്റ്റ്. പിന്നെ മെയിനായിട്ടുള്ള ശബരിമല എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു അധികാരം ചെയ്യാത്തൊരു സാധനമാണല്ലോ. അത്രയും വളരെ ചെറുതാക്കി എല്ലാവരും ചെയ്തിട്ടുണ്ടാവും, വലിയ മോഡൽസ് എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ചെറുതാക്കി ചെയ്യണത് അപൂർവമായിരിക്കും ചെറുതായിട്ട് ചെയ്തത്. പിന്നെ അത് വർക്ക് ചെയ്തിട്ടുള്ളത് ഫോറക്സ് എന്ന് പറഞ്ഞ ഷീറ്റിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഫോറക്സ് അത് ഇവിടെ അവൈലബിൾ ആണ്, തൃശ്ശൂരൊക്കെ അവൈലബിൾ ആണ്. സാധാരണ അത് ഈ നെയിം ബോർഡിനൊക്കെയാണ് ഫോറക്സ് ഉപയോഗിക്കാറ്. അത് 1 മില്ലി 2 മില്ലി 3 മില്ലി സൈസിലുള്ള ഫോറക്സ് ഉണ്ട്. അത് പിന്നെ ഞാനിത് ചെയ്തിട്ടുള്ളതൊന്നും ഇവിടെ ചെയ്തിട്ടുള്ളതല്ല, അതൊക്കെ അവിടെ റൂമിൽ ഒഴിവ് സമയങ്ങളിൽ ചെയ്തിട്ടുള്ള വർക്കാണ്. ഇവിടെ എന്നിട്ട് ഞാൻ വരുമ്പോൾ എല്ലാതും കൊണ്ടുവരാറ് പതിവ്. ഇവിടെ ചെയ്തിട്ടുള്ള വർക്കുകളല്ല തോന്നുന്നു. വർക്കുകളൊന്നും ഞാൻ പുറത്ത് കൊടുത്തിട്ടില്ല. പിന്നെ എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വർക്ക് ചെയ്തിട്ട് നമ്മളൊരു ഏജ് ആകുമ്പോൾ, നമുക്കൊക്കെ നല്ലൊരു വയസ്സാകുമ്പോൾ നമുക്കിതൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും. കാരണം നമ്മളൊക്കെ ചെയ്തിട്ടുള്ളതാണെന്ന് നമ്മുടെ മക്കൾക്കായാലും പറയാമല്ലോ. അത് കാരണം പുറത്ത് കൊടുത്തില്ല. നമ്മളിപ്പോൾ വേറൊരാളുടെ എൻ്റെ ഒരു വർക്ക് ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞേക്കാളും നല്ലത് എൻ്റെ ഒരു വർക്ക് ഉണ്ടെന്ന് പറയണതല്ലേ നല്ലത്. അതായത് പുറത്തായിരിക്കും. ഇതിലെങ്ങനെ താല്പര്യം വന്നു? കുട്ടികളെ മക്കൾ എങ്ങനെ ആർട്ട് വർക്കുകൾ താല്പര്യമുണ്ടോ? അങ്ങനെ പഠിച്ചതാണോ, സ്വയം പഠിച്ചതാണോ, ആരെങ്കിലും? ഇല്ല, ഞാനിത് ചെറുപ്പം മുതലേ ഇങ്ങനെ ചെറിയ വർക്കുകൾ ചെയ്യാറുണ്ട്. പിന്നെ വലുതായപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്, ഷാർജയിൽ ആർട്ടിസ്റ്റിക് എന്ന് പറഞ്ഞ കമ്പനിയാണ് ജോലി ചെയ്യുന്നത്. അവിടെ ഇതുപോലത്തെ ഒരു മോഡൽ മേക്കിംഗ് കമ്പനിയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് പുതിയ ഐഡിയാസും കാര്യങ്ങളൊക്കെ അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് കിട്ടി തുടങ്ങിയത്. ഇവിടെ നമുക്ക് അത്ര വലിയ ഐഡിയകളൊന്നും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. വർക്ക് ചെയ്തിരുന്നാൽ പോലും അത്ര വലിയ ഐഡിയകളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ പോയപ്പോഴാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള പുതിയ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ അവിടെ പോയപ്പോഴാണ് പഠിച്ചത്. ഈ പ്ലേറ്റിൽ ഉണ്ടാക്കുന്ന മൂവ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണോ, എന്താണ് പ്ലേറ്റിൽ അങ്ങനെയില്ല. നമ്മൾ ഇപ്പോൾ പാറയമക്കാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ഫൗണ്ടല്ലേ, വലിയൊരു ബേസിൽ നിൽക്കുന്ന സ്ഥലമാണ് പാറയമക്കാവ്. ആ പാറയമക്കാവിനെ നമ്മളൊരു കിണ്ണത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം അത്രയും വലിയൊരു പ്രൊജക്റ്റ് നമ്മളൊരു കിണ്ണത്തിലേക്ക് മാറ്റുക എന്ന് പറയുമ്പോൾ ഇതൊരു ചെറിയൊരു ടാസ്ക്കാണ് സത്യം. പാറമേക്കാവ് ഭഗവതി ക്ഷേത്ര നടയുടെ ദൃശ്യഭംഗിയും മികവോടെ തന്നെ നിർമ്മിച്ചിരിക്കുന്നു. ശബരിമല സന്നിധാനത്തിൻ്റെ രൂപകൽപ്പനയിൽ ശ്രീകോവിലിൽ ഇരിക്കുന്ന ശാസ്താവിൻ്റെ പ്രതിഷ്ഠയും കൊടിമരവും 18 പടികളും നയനമനോഹരമായി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. കടപ്പുറത്തിൻ്റെ ദൃശ്യങ്ങളിൽ ലൈറ്റ് ഹൗസും പള്ളിയും കടലുമെല്ലാം യഥാതഥമായി തന്നെ ഒരുക്കിയിരിക്കുന്നു. തൂക്കുവിളക്ക്, കണിവെള്ളരി, വാഴയിലയിലെ കാച്ചിയ പപ്പടം ഉൾപ്പെടെയുള്ള സദ്യവട്ടങ്ങൾ മുതലായവയും കാഴ്ചക്കാരിൽ വേറിട്ട അനുഭവം പകരുന്നു. വിപണനത്തിനു വേണ്ടിയല്ലാതെ തീർത്തും കൗതുകം ഒന്നുകൊണ്ട് മാത്രമാണ് താൻ ഇവയുടെ നിർമ്മാണത്തിൽ തൽപരനായതെന്നാണ് അജു പറയുന്നത്. ഉച്ചവാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.